ഇതൊരു വെറും കോൺക്രീറ്റ് പാലമല്ല, ചൈനയുടെ അതിർത്തി മോഹങ്ങൾക്കുള്ള ഇന്ത്യയുടെ ഒരുക്കമുഷ്ടിയാണ്. അരുണാചലിലേക്ക് കണ്ണും നട്ടിരിക്കുന്ന ഡ്രാഗൺ ഒന്ന് അറിഞ്ഞിരിക്കുക, ആ വഴിയിൽ ഇനി പാട്ടല്ല പടക്കോപ്പുകളാണ് ഒഴുകുക. ഇന്ത്യയുടെ പ്രതിരോധ ഭൂപടത്തിലെ ഏറ്റവും കരുത്തുറ്റ ഏടുകളിലൊന്ന് ഭൂപൻ ഹസാരിക സേതു. അസം അരുണാചൽ പ്രദേശ് അതിർത്തിയിലെ ലോഹിത് നദിക്ക് കുറുകെ തല ഉയർത്തി നിൽക്കുന്ന ഈ പാലത്തിന് 9.15 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഈ പാലം 2017 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തിന് സമർപ്പിച്ചത്. കേവലം ഗതാഗത സൗകര്യത്തിനപ്പുറം ഈ പാലം ഇന്ത്യയുടെ സൈനിക നീക്കങ്ങൾക്ക് നൽകുന്ന വേഗത വളരെ വലുതാണ്. 60 ടണ്ണിലധികം ഭാരമുള്ള അർജുൻ T-72 യുദ്ധ ടാങ്കുകൾക്ക് അനായാസം ഇതിലൂടെ സഞ്ചരിക്കാനാകും. ചൈനീസ് അതിർത്തിയിലേക്ക് അതിവേഗം സൈന്യത്തെ എത്തിക്കാൻ സാധിക്കുന്ന ഈ നിർമ്മിതി വടക്ക് കിഴക്കൻ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ പാലം വരുന്നതിന് മുൻപ് അസമിൽ നിന്ന് അരുണാചലിലേക്കുള്ള യാത്ര നരകതുല്യമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട യാത്രയും വെല്ലുവിളികൾ നിറഞ്ഞ ഫെറി സർവീസുകളും ബോട്ട് സർവീസുകളുമായിരുന്നു ഏക ആശ്രയം. എന്നാൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ദശാബ്ദങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായത്. 165 കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനും യാത്രാ സമയം 6 മണിക്കൂറിൽ നിന്ന് വെറും 1 മണിക്കൂറായി കുറയ്ക്കാനും ഈ പാലത്തിലൂടെ സാധിച്ചു. ഇത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് മാത്രമല്ല, അതിർത്തി സുരക്ഷയ്ക്കും നൽകിയ ആത്മവിശ്വാസം ഒട്ടും തന്നെ ചെറുതല്ല. മഹാനായ സംഗീതജ്ഞൻ ഭൂപൻ ഹസാരികയുടെ പേരാണ് പാലത്തിന് നൽകിയിരിക്കുന്നത്. എങ്കിലും ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം സംഗീതമോ സമാധാനമോ ഒന്നും തന്നെയല്ല, കരുത്തുറ്റ പ്രതിരോധമാണ്. എസ് ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലം ഭൂകമ്പത്തെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിക്കാൻ ശേഷിയുള്ളതാണ്. അരുണാചലിനെ തങ്ങളുടെ ഭാഗമെന്ന് അവകാശപ്പെടുന്ന ചൈനയുടെ നെഞ്ചെടുപ്പ് കൂട്ടുന്നതാണ് ഈ പാലത്തിന്റെ ഓരോ തൂണുകളും. ശത്രുരാജ്യം എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ നിമിഷ നേരം കൊണ്ട് ഇരമ്പിയെത്തുന്ന ഇന്ത്യൻ ടാങ്കുകളെ താങ്ങാൻ വിഖ്യാത പാട്ടുകാരന്റെ പേരിലുള്ള ഈ പാലം സജ്ജമാണ്. സാംസ്കാരികമായി മനുഷ്യരെ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ തന്നെ ശത്രുവിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കോട്ടയായി ഭൂപൻ ഹസാരിക സേതു നിലകൊള്ളുന്നു. അതിർത്തികൾ കാക്കാൻ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഇന്ത്യ സുസജ്ജമാണെന്നതിന്റെ തെളിവാണ് ഈ പാലം. ഓർക്കുക, ഇത് പുതിയ ഇന്ത്യയാണ്. വെല്ലുവിളിച്ചാൽ മറുപടിയുടെ ഭാഷ മാറും. ന്യൂസ് ഡെസ്ക് മലയാളം.